വഴിയായിരുന്നു. ഈ വഴിയിലാണ് വണ്ടി ഇട്ടിരുന്നത്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ വന്ന് ചോദിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു വണ്ടി ഇവിടെ ഇതിന് മുന്നേ വരുന്നതോ ഒരുപാട് നേരെ ഈ വണ്ടി ഇവിടെ കിടക്കുന്നത് കണ്ടുകൊണ്ടിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അതുപോലെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളും ഇങ്ങനെ നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഭയം കൊണ്ടിട്ടാണ്. അത് ഈ നാട്ടുകാർക്കും അറിയാം. പിന്നെ ഈ 2-3 മാസത്തിന് മുന്നേ ഇതുപോലെ ഇവിടെ താഴത്തെ ഒരു കൊച്ച് ഇതുപോലെ എക്സാം കഴിഞ്ഞിട്ട് പോയ വഴിക്ക് ഒരാള് ആ കൊച്ചു വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളതെന്ന് അറിഞ്ഞിട്ട് ചെന്ന് കൊച്ചിനോട് മോശമായിട്ടുള്ള രീതിക്ക് ചെന്നപ്പോഴത്തേന് കൊച്ച് നിലവിളിക്കും ബഹളം വെക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരും ഒക്കെ ആ കൊച്ചിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ പോയി ഇരുന്നതൊക്കെ പോലീസുകാർ വന്നപ്പോഴാ കൊച്ചൊന്ന് ഓക്കെ ആയതൊക്കെ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പാലത്തിന്റെ മണ്ടയിൽ കുറെ ആൾക്കാർ ഇതുപോലെ വന്ന് ബഹളങ്ങൾ എന്തൊക്കെയോ ഉണ്ടാക്കിയ സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു അങ്കിൾ ഇതുപോലെ ചോദിക്കാൻ ചെന്നപ്പോ ആ അങ്കിളിന്റെ വീട്ടിൽ രാത്രി ചെന്ന് ബഹളം ഉണ്ടാക്കി അടിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനൊക്കെ കേസാക്കിയ കാര്യങ്ങളാണ്. അതൊക്കെ അങ്ങനെ ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഉള്ളിലൊരു ഭയം ഉണ്ട്. അലേർട്ടായിട്ടാണ് ഇരിക്കുന്നത്. എന്റെ വീടിന്റെ വഴിയിൽ ഞാൻ ഇങ്ങനെ ഒരു വണ്ടി കണ്ടുകൊണ്ട് ഞാൻ എന്റെ ശ്രദ്ധ അത് കുറെ നേരം ആ വണ്ടി ഇവിടെ തന്നെ കിടക്കുമായിരുന്നു. ഇതുപോലെ അതിനകത്ത് കണ്ട കാര്യം ഞാൻ ചെന്ന് ചോദിച്ചു, എന്തിനാ ഈ വഴിയിൽ എന്തിനാ ഇത് കിടക്കുന്ന, വഴിയിൽ നിന്ന് മാറ്റിയിട് വണ്ടി എന്ന് പറഞ്ഞ് ആദ്യമേ ഞാൻ ചെന്ന് പറയുന്ന കാര്യം ആള് വീഡിയോ എടുക്കുന്നില്ല. ഞാൻ ഈ ചെന്ന് എന്തിനാ വഴിയിൽ വണ്ടി ഇട്ടിരിക്കുന്നത്, വണ്ടി എടുത്ത് മാറ്റിയിടാൻ പറഞ്ഞതിന് ശേഷമാണ് ആള് വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പൊ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ആള് ആ സമയത്ത് എന്നോട് പറയുന്നില്ല വൈഫാണെന്നോ ഹസ്ബൻഡ് ആണെന്നോ ഉള്ള കാര്യം പറയുന്നില്ല. ആള് വണ്ടിക്കകത്തുനിന്ന് പുറത്തിറങ്ങി വണ്ടിയുടെ ബാക്ക് വശം മാറി എന്നാണ് വീഡിയോ എടുക്കുന്നത്. ആ സമയത്ത് വീഡിയോയ്ക്കകത്താണ് ഞാനിത് കാണുന്നത്. ഹസ്ബൻഡും വൈഫും ആണെന്ന് പറയുന്ന കാര്യം വീഡിയോയ്ക്കകത്താണ് കാണുന്നത്. വണ്ടിയുടെ ബാക്ക് വശം മാറി എന്നാണ് ആള് സംസാരിക്കുന്നത്. ആ സമയത്ത് ലോങ് മാറി എന്നാണ് സംസാരിക്കുന്നത്. അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്ത് ഇവിടെ സംസാരം നടന്നുകൊണ്ടിരുന്നോണ്ട് ഇവര് പറയുന്ന കാര്യം എന്തുവൊന്നും എന്റെ ശ്രദ്ധയിൽ പെട്ടില്ല. ആ വീഡിയോയ്ക്കകത്താണ് ഇതുപോലെ ഞാനും എന്റെ വൈഫും BP ലോ ആയിട്ട് ഇങ്ങനെ തോളത്ത് ചാരി കിടക്കുന്ന കാര്യമൊക്കെ ഞാൻ ആ വീഡിയോയ്ക്കകത്താണ് കാണുന്നത്. എന്നോട് പറഞ്ഞില്ല. ഞങ്ങൾ ഹസ്ബൻഡും വൈഫും ആണെന്നുള്ളത് പറഞ്ഞു. ഒരുപക്ഷെ അന്ന് ആ സമയത്ത് സ്പോട്ടിൽ നിങ്ങളോടത് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവിടെ പറഞ്ഞ് സോൾവ് ആയേനെ. അതൊരു പ്രശ്നത്തിലേക്കോ അങ്ങനെ ഒന്നും പോകാൻ വേണ്ടി സമ്മതിച്ച് കൊടുക്കത്തില്ലായിരുന്നു. എന്റെ തൊട്ടടുത്തുള്ളതും എന്റെ റിലേറ്റീവിന്റെ വീട്, എന്റെ സ്വന്തം വല്യച്ഛന്റെ വീടാ. അങ്ങനെ വീട്ടിലൊക്കെ വയ്യാത്തവരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട്. ഞാനൊക്കെ എന്ന് പറഞ്ഞാല് ഞാനൊരു ഇൻഫ്ലുവൻസറോ യൂട്യൂബറോ ഒന്നും അല്ല. സാധാരണ ഒരു പെൺകൊച്ച കഷ്ടപ്പെട്ട് ജീവിച്ച് ഞാനും എന്റെ കുടുംബം നോക്കുന്ന ഇതിലുള്ള ഒരാളാ. ഞാൻ അങ്ങനെ ഫേമസ് ആവാൻ വേണ്ടിയിട്ടോ വൈറലാവാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഞാൻ എൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഞാൻ ഒരു കാര്യം കണ്ടത് ചോദിച്ചതേ ഉള്ളൂ. എന്തിന് വഴിയിൽ വണ്ടി ഇട്ടു എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്.